നമസ്കാരം. ജ്യോതിഷലോകം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ജ്യോതിഷ വിഷയമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സമ്പത്തും കെടുത്തുന്ന ഏറ്റവും വലിയ വില്ലനെക്കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, എത്ര അധ്വാനിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ലല്ലോ എന്ന്. കിട്ടുന്നതെല്ലാം ചോർന്നു പോകുന്നു. കടം വാങ്ങി കടം വീട്ടേണ്ട അവസ്ഥ. മക്കൾക്കാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധയില്ല, വീട്ടിലാണെങ്കിൽ എപ്പോഴും വഴക്കും ബഹളവും. ഇതിനൊക്കെ എന്താണ് കാരണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും പുറമേ നോക്കും, എന്നാൽ നമ്മുടെ വീടിനുള്ളിലെ ചില കുറവുകളാണ് ഇതിനെല്ലാം കാരണമെന്ന് നമ്മൾ ഓർക്കാറില്ല. വീടിന്റെ ഐശ്വര്യവും സമ്പത്തും നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ദിക്കുണ്ട്. അതാണ് കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് നമ്മൾ പറയും. ഈ കന്നിമൂലയിൽ വരുന്ന ചെറിയ പിഴവുകൾ പോലും നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ മതിയാകും. നിങ്ങളുടെ വീട്ടിൽ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ കന്നിമൂലയ്ക്ക് എന്തോ തകരാറുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കന്നിമൂലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഒപ്പം നിങ്ങളുടെ കടം മാറാനും ഐശ്വര്യം വരാനും കന്നിമൂലയിൽ നട്ടുവളർത്തേണ്ട 3 അത്ഭുത സസ്യങ്ങളെക്കുറിച്ചുമാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. വാസ്തുശാസ്ത്രപ്രകാരം 8 ദിക്കുകളിൽ വെച്ച് ഏറ്റവും അധികം ശക്തിയും പ്രാധാന്യവുമുള്ള ദിക്കാണ് കന്നിമൂല. ഭൂമിയുടെ കിടപ്പനുസരിച്ച് നോക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഈശാനകോണിൽ നിന്നും ഒഴുകിയെത്തുന്ന ഊർജം വന്ന് തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഈ കന്നിമൂല. അതുകൊണ്ട് തന്നെ വീടിന്റെ ഊർജ്ജസ്രോതസ് അല്ലെങ്കിൽ ശക്തികേന്ദ്രം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ഭാഗം എപ്പോഴും ഭാരമുള്ളതും ഉയരമുള്ളതും ആയിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കന്നിമൂലയിൽ കുഴികളുണ്ടാകും, അല്ലെങ്കിൽ കിണറുണ്ടാകും. ചിലപ്പോൾ സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും അവിടെ പണിയുക. ഇത് മഹാദോഷമാണ്. കന്നിമൂലയിൽ കുഴിയുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥന് അത് ദോഷമാണ്. സമ്പത്ത് കുഴിയിലേക്ക് പോകുന്നത് പോലെ ഇല്ലാതാകും. കടം കയറി മുടിയും. എത്ര പണം വന്നാലും അത് ആശുപത്രി ചെലവുകൾക്കോ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്കോ ആയി ചെലവായി പോകും. നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ബാക്കി വയ്ക്കാൻ ഈ ദോഷം സമ്മതിക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒന്ന് പരിശോധിക്കുക. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ അഴുക്കുചാലുകളുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഉടനെ മാറ്റാനുള്ള വഴികൾ നോക്കണം. കന്നിമൂലയുടെ അധിപൻ എന്ന് പറയുന്നത് അസുരശക്തിയാണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നൈനിറുതി എന്നാണ് ഈ ദിക്കിന്റെ ദേവതയുടെ പേര്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണിത്. ഇവിടെ അശുദ്ധി വന്നാൽ അത് പെട്ടെന്ന് ഫലിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലെ കുട്ടികളോ മുതിർന്നവരോ കന്നിമൂലയിൽ പോയി മൂത്രമൊഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് വലിയ ദോഷമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ സ്വഭാവം വഷളാകാൻ ഇത് കാരണമാകും. അവർ പറഞ്ഞാൽ അനുസരിക്കാത്തവരും വാശിക്കാരുമായി മാറും. അതുപോലെ തന്നെ മദ്യപാനത്തിനോ മറ്റ് ലഹരികൾക്കോ അടിമപ്പെട്ടവർ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആ വീടിന്റെ കന്നിമൂല ദോഷമുള്ളതായിരിക്കും. കന്നിമൂല ശുദ്ധമല്ലാതെ കിടക്കുന്ന വീടുകളിൽ ലഹരി ഉപയോഗം കൂടും, വഴക്കും ബഹളവും കൂടും. സമാധാനം എന്നത് ആ വീട്ടിൽ ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെയാകും. സ്ത്രീകൾക്ക് ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾ വരാനും നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതിരിക്കാനും കന്നിമൂലയിലെ ദോഷങ്ങൾ കാരണമാകാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കന്നിമൂല ഒരിക്കലും വൃത്തികേടാക്കിയിടരുത്. അത് എപ്പോഴും വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ സ്ഥലമായിരിക്കണം. അവിടെ മാലിന്യങ്ങൾ കൂട്ടിയിടുകയോ പഴയ സാധനങ്ങൾ വലിച്ചുവാരിയിടുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യത്തെയാണ് നിങ്ങൾ വലിച്ചുവാരി കളയുന്നത് എന്ന് ഓർക്കുക. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിന് പരിഹാരം കാണുകയല്ലേ വേണ്ടത്. കന്നിമൂലയിലെ ദോഷങ്ങൾ മാറാനും അവിടെ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ എന്നാൽ അതീവ ശക്തിയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ ചില ചെടികൾ വെച്ചുപിടിപ്പിക്കുക എന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന് ഏത് ദോഷത്തെയും മാറ്റാനുള്ള കഴിവുണ്ട്. 3 ചെടികളാണ് നിങ്ങൾ കന്നിമൂലയിൽ വെച്ചുപിടിപ്പിക്കേണ്ടത്. ഇത് വെറുതെ അങ്ങ് വെച്ചാൽ പോരാ, ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം വെക്കാൻ. ഒന്നാമത്തെ ചെടി തുളസിയാണ്. തുളസിയുടെ മഹത്വം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിഷ്ണുപ്രിയയാണ് തുളസി. നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി പുറത്തുവിടാൻ തുളസിയോളം കഴിവുള്ള മറ്റൊരു സസ്യമില്ല. കന്നിമൂലയിൽ കുറച്ച് സ്ഥലം കണ്ടെത്തി അവിടെ നല്ലൊരു തുളസിത്ര പണിത് തുളസി നടുക. അല്ലെങ്കിൽ ഒരു ചട്ടിയിലായാലും മതി. തുളസി അവിടെ വളരുമ്പോൾ ആ ഭാഗത്തുള്ള വായു പോലും ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ വീട്ടിലെ ദുരിതങ്ങളും കടങ്ങളും ആ തുളസിച്ചെടി വലിച്ചെടുത്തോളും. എന്നും രാവിലെ കുളിച്ച് ശുദ്ധിയായി ആ തുളസിക്ക് കുറച്ച് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. രണ്ടാമതായി നിങ്ങൾ കന്നിമൂലയിൽ വെച്ചുപിടിപ്പിക്കേണ്ടത് കറുകപ്പുല്ലാണ്. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കറുക. തടസ്സങ്ങൾ നീക്കാൻ ഗണപതിയെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ കന്നിമൂലയിൽ കറുക വളർത്തുന്നത് വളരെ നല്ലതാണ്. കറുകപ്പുല്ല് പടർന്ന് പന്തലിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കടങ്ങളും പതുക്കെ പതുക്കെ ഇല്ലാതാകും. കറുകയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് എത്ര ചവിട്ടിയാലും വീണ്ടും തഴച്ചു വളരും. അതുപോലെ ജീവിതത്തിൽ എത്ര തിരിച്ചടികൾ ഉണ്ടായാലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഈ കറുക വീട്ടിൽ നിൽക്കുന്നത് വഴി നമുക്ക് ലഭിക്കും. സാമ്പത്തികമായ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഇത് ഏറെ ഉത്തമമാണ്. മൂന്നാമത്തെ സസ്യം എന്ന് പറയുന്നത് മുക്കുറ്റിയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന എന്നാൽ നമ്മൾ വലിയ വില കൊടുക്കാത്ത ഒരു ചെടിയാണ് മുക്കുറ്റി. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി എന്ന് മറക്കരുത്. ഇതിന് ദൈവികമായ വലിയ ശക്തിയുണ്ട്.
പഴയകാലത്തൊക്കെ മുക്കുറ്റി ചാന്ത് തൊടുന്നത് പതിവായിരുന്നു. കന്നിമൂലയിൽ മുക്കുറ്റി നട്ടു വളർത്തുന്നത് ആ വീടിന് ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കും. കണ്ണേറ് ദോഷങ്ങൾക്കും ശത്രുദോഷങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരമാണ് മുക്കുറ്റി. ഈ 3 ചെടികളും, അതായത് തുളസി, കറുക, മുക്കുറ്റി, ഇവ 3ഉം കൂടി കന്നിമൂലയിൽ നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും. ആ ഭംഗി മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. കടം കൊണ്ട് പൊറുതിമുട്ടിയവർ ഇത് ഒന്ന് ചെയ്തു നോക്കൂ. മാറ്റം ഉറപ്പാണ്. മക്കൾ വഴിതെറ്റി നടക്കുന്നു എന്ന് പരാതിയുള്ള അമ്മമാർ ഇത് ചെയ്തു നോക്കൂ. അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം കന്നിമൂല ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമായാൽ പ്രവർത്തികൾ നന്നാകും. പ്രവർത്തികൾ നന്നായാൽ ഫലം താനേ വന്നോളും. ഈ ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത് എന്നതാണ്. ദിവസവും നനയ്ക്കണം. അവിടെ ചപ്പുചവറുകൾ വീഴാതെ നോക്കണം. ആ സ്ഥലം ഒരു പൂന്തോട്ടം പോലെ മനോഹരമായി സൂക്ഷിക്കുക. നിങ്ങൾ ആ സ്ഥലത്തിന് നൽകുന്ന ബഹുമാനം തിരിച്ച് സമ്പത്തായും സമാധാനമായും നിങ്ങൾക്ക് ലഭിക്കും. ഇനി കന്നിമൂലയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് ധനം കുമിഞ്ഞുകൂടാൻ സഹായിക്കുന്ന ഒരു വിദ്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കന്നിമൂല എന്ന് പറയുന്നത് ശക്തിയുടെ കേന്ദ്രമാണ് എന്ന്. അവിടെ എന്ത് വെച്ചാലും അത് വർദ്ധിക്കും. അപ്പോൾ അവിടെ പണം വെച്ചാലോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ പണപ്പെട്ടി അല്ലെങ്കിൽ അലമാര കന്നിമൂലയിൽ വെക്കുന്നത് വളരെ ഉത്തമമാണ്. അലമാര വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കന്നിമൂലയിൽ വെക്കുക, പക്ഷെ അതിന്റെ വാതിൽ വടക്കോട്ട്, അതായത് കുബേരദിക്കിലേക്ക് അല്ലെങ്കിൽ കിഴക്കോട്ട് തുറക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇങ്ങനെ വെച്ചാൽ ആ അലമാരയിൽ പണം ഒരിക്കലും ഒഴിയുകയില്ല. വരുന്ന പണം അവിടെ തങ്ങി നിൽക്കും. ചെലവുകൾ കുറയും. അനാവശ്യ കാര്യങ്ങൾക്ക് പണം പോകുന്നത് നിൽക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അവിടെ സുരക്ഷിതമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കടയിലെ കന്നിമൂലയിൽ പണപ്പെട്ടി വെക്കുന്നത് ലാഭം വർദ്ധിക്കാൻ കാരണമാകും. വീട്ടിലായാലും സ്വർണവും പണവും ആധാരവുമൊക്കെ സൂക്ഷിക്കാൻ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം തന്നെ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ സമ്പത്തിന് ഒരു കാവൽക്കാരനെ പോലെ പ്രവർത്തിക്കും. നമ്മൾ പലപ്പോഴും വലിയ വലിയ പൂജകളും വഴിപാടുകളുമൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ വീടിനുള്ളിലെ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ചെയ്യുന്ന പൂജകൾക്ക് പൂർണ്ണഫലം കിട്ടില്ല. ഓട്ടക്കലത്തിൽ വെള്ളം കോരിയതുപോലെയാകും. കന്നിമൂലയിലെ ദോഷം മാറ്റാതെ നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. എന്റെ വീടിന്റെ കന്നിമൂല ഞാൻ നന്നാക്കും. അവിടെയുള്ള അഴുക്കുകൾ മാറ്റും. അവിടെ തുളസിയും കറുകപ്പുല്ലും മുക്കുറ്റിയും നട്ടുപിടിപ്പിക്കും. അവിടെ പണം സൂക്ഷിക്കും. ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയ ഭാഗ്യം അനുഭവിച്ചു തന്നെ അറിയണം. ഇത് കേവലം അന്ധവിശ്വാസമല്ല, നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ ശാസ്ത്രമാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ് ഇതെല്ലാം. പിന്നെ വേറൊരു കാര്യം, കന്നിമൂലയിൽ ഭാരമുള്ള സാധനങ്ങൾ വെക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വീട് പണിയുമ്പോൾ കന്നിമൂലയിൽ ഉയരം കൂടുതൽ നൽകുന്നത് നല്ലതാണ്. അവിടെ വലിയ മരങ്ങൾ നിൽക്കുന്നതും നല്ലതാണ്. പക്ഷേ വീടിനോട് ചേർന്ന് വല്ലാതെ വേരുകൾ ഇറങ്ങുന്ന മരങ്ങൾ ഒഴിവാക്കണം. എന്നാലും തെങ്ങ്, കവുങ്ങ് പോലുള്ള മരങ്ങൾ അവിടെ നിൽക്കുന്നത് ദോഷമല്ല, ഗുണമാണ്. വീടിന്റെ ആ ഭാഗം എപ്പോഴും അടച്ചിടാതെ വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം. എന്നാൽ പ്രധാന വാതിൽ ഒരിക്കലും കന്നിമൂലയിൽ വരാൻ പാടില്ല. അത് വലിയ ദോഷമാണ്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ പറഞ്ഞ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പരിഹാരം വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ്. അവർക്ക് മണ്ണിൽ നടാൻ സ്ഥലമില്ലെങ്കിൽ ചട്ടിയിൽ നട്ട് ആ ഭാഗത്ത് വെക്കാമല്ലോ. ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. മനസ്സിൽ നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ ഫലം ഉറപ്പായും കിട്ടും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നദി പോലെയാണ്. അതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, കല്ലുകളും മുള്ളുകളും ഉണ്ടാകാം. പക്ഷേ ആ തടസ്സങ്ങളെ മാറ്റി ഒഴുക്ക് സുഗമമാക്കുക എന്നതാണ് നമ്മുടെ കടമ. ജ്യോതിഷവും വാസ്തുശാസ്ത്രവുമൊക്കെ അതിനുള്ള വഴികളാണ്. നമ്മുടെ വീട് എന്ന് പറയുന്നത് വെറുമൊരു കെട്ടിടമല്ല, അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ്. വീടിന് എവിടെയെങ്കിലും കേടുപാടുകൾ വന്നാൽ അല്ലെങ്കിൽ ഊർജ്ജക്കുറവ് വന്നാൽ അത് നമ്മളെ ബാധിക്കും. അതുകൊണ്ടാണ് പഴയ ആളുകൾ വീടിനെ ക്ഷേത്രം പോലെ കണ്ടിരുന്നത്. കന്നിമൂല എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പോലെ പവിത്രമായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അവിടെ അശുദ്ധി വരുത്തരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ദൈവത്തെ വെക്കുന്ന മുറിയിൽ നമ്മൾ ചപ്പുചവറുകൾ ഇടുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ കന്നിമൂലയെയും ബഹുമാനിക്കുക. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അറിവ് വളരെ വലുതാണ്. ഇത് കേട്ടുകളയാനുള്ളതല്ല. ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒന്ന് പരിശോധിക്കുക. അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന് നോക്കുക. നാളെ തന്നെ ഒരു തുളസിച്ചെടിയും കുറച്ച് കറുകപ്പുല്ലും മുക്കുറ്റിയും സംഘടിപ്പിക്കുക. അത് അവിടെ വെച്ചുപിടിപ്പിക്കുക. എന്നിട്ട് ദിവസവും രാവിലെ അവിടെ ഒന്ന് ചെന്ന് നോക്കൂ. ആ പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും. ആ സമാധാനമാണ് ഐശ്വര്യത്തിന്റെ ആദ്യത്തെ ലക്ഷണം. സമാധാനമുള്ള മനസ്സിലെ സമ്പത്ത് വരൂ. കലങ്ങിമറിഞ്ഞ വെള്ളത്തിൽ മുഖം കാണാൻ പറ്റാത്തതുപോലെ അശാന്തമായ മനസ്സിൽ നല്ല ചിന്തകൾ വരില്ല. നല്ല ചിന്തകളില്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം തിരിച്ചുപിടിക്കാൻ കന്നിമൂലയിലെ ഈ കൊച്ചു വിദ്യകൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കടം കൊണ്ട് വലയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ.
കിട്ടിയാൽ വലിയൊരു സൗഭാഗ്യമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും കൂടി ഈ അറിവ് പകർന്നു നൽകുക. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ പുണ്യം വർദ്ധിക്കും എന്നാണ് പറയാറുള്ളത്. ജ്യോതിഷലോകം എന്ന നമ്മുടെ ഈ കുടുംബത്തിന്റെ ലക്ഷ്യം തന്നെ എല്ലാവരിലും നന്മയും വെളിച്ചവും എത്തിക്കുക എന്നതാണ്. നിങ്ങളുടെ ഓരോ ഷെയറും ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ കണ്ണീർ തുടക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് മടി കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 1. കന്നിമൂല വൃത്തിയായി സൂക്ഷിക്കുക. 2. അവിടെ തുളസി, കറുക, മുക്കുറ്റി എന്നീ ചെടികൾ വെച്ചുപിടിപ്പിക്കുക. 3. പണം വയ്ക്കുന്ന അലമാര കന്നിമൂലയിൽ സ്ഥാപിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ പടിക്കു പുറത്താക്കും. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ കടന്നുവരും. സംശയമില്ല, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ ഈശ്വര ചിന്ത കൂടി ഉണ്ടാകണം. ഏത് ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പ്രാർത്ഥനയ്ക്ക് ഫലം കൂട്ടാൻ മാത്രമേ ഇത്തരം കാര്യങ്ങൾ സഹായിക്കൂ. അല്ലാതെ കർമ്മം ചെയ്യാതെ വെറുതെ ഇരുന്നാൽ ഫലം കിട്ടില്ല. അധ്വാനിക്കുക, ഒപ്പം ഇത്തരം ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി പാലിക്കുക. വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. ഇനിയും ഇതുപോലെയുള്ള രസകരവും വിജ്ഞാനപ്രദവുമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ജ്യോതിഷത്തിന്റെ അനന്തമായ ലോകത്ത് നമ്മൾ അറിയാത്ത എത്രയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോന്നായി പഠിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കടങ്ങളൊക്കെ മാറി സമ്പത്തും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാകൂ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നന്ദി, നമസ്കാരം.